ഒരു വീടിൻ്റെ സീലിംഗ് പൊളിഞ്ഞു പോയതാണ്. ആ പൊളിഞ്ഞു പോയത് കുറേ ഭാഗം പൊളിഞ്ഞു പോയി. അത് വീണ്ടും നന്നാക്കി എടുക്കുന്നതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നമ്മൾ പുതിയത് ഫിറ്റ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാട്ടെ പഴയത് വീണ്ടും പൊളിഞ്ഞു പോയത് ഫിറ്റ് ചെയ്യാൻ തന്നെ. ആ പഴയ സീലിങ്ങിൻ്റെ കാലപ്പഴക്കം കൊണ്ട് എൻ്റെ ഫ്ലെക്സിബിളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് എൻ്റെ സ്ക്രൂവും റിബേറ്റ് അടിച്ചതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയതാണത്. അപ്പോൾ അതിൻ്റെ സ്ഥലം മാറ്റി വെക്കണം. അപ്പോൾ അതിൻ്റെ ഹോളുകൾ മാറ്റി വെക്കാനായിട്ട് അത് മൊത്തം അഴിച്ച് താഴെ ഇറക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്ന പൈപ്പ് കണ്ടോ, അലുമിനിയം ചതുരത്തിലുള്ള സ്ക്വയർ പൈപ്പ്. ആ സ്ക്വയർ പൈപ്പിൻ്റെ സ്ഥാനം ഇടത്തോട്ടോ വലത്തോട്ടോ ശകലം മാറ്റണം, രണ്ടും മാറ്റണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ലെവലിൽ നിന്ന് മാറ്റിയെങ്കിൽ അതിൻ്റെ പുതിയ ഹോൾ നമുക്ക് ഇടാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ റിബേറ്റ് വീണ്ടും ഫിറ്റ് ചെയ്തിട്ട് അഴിച്ച സ്ഥിതിക്ക് അത് തുടയ്ക്കണം. തുടച്ചെടുത്ത് പൊട്ടിപ്പോകാതെ വീണ്ടും നല്ല ഭദ്രമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. കാരണം വെച്ചാൽ ഇത് ചൂടൊക്കെ അടിച്ച് ഇതിൻ്റെ ആ ഒരു ഇലാസ്റ്റികതയൊക്കെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മളെടുത്ത് ഇതുപോലെ തന്നെ നടുക്കൂടെ കാണുന്ന സ്ക്വയർ പൈപ്പ്, അലുമിനിയം പൈപ്പ്, അതാണ് അതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്. തുടിച്ചിലുണ്ടാകാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ ലെവൽ പിടിച്ച് ലെവൽ ചെയ്തിട്ടാണ് അതുകൂടാണ്ട് അതിന് മുകളിൽ കാണുന്ന ഉത്തരത്തിൽ അതിൻ്റെ കഴുക്കോലയിലൊക്കെ അതിന് സപ്പോർട്ട് കൊടുത്ത് ഉറപ്പിച്ചും കൂടെ വെക്കണം നമ്മൾ അലുമിനിയത്തിൻ്റെ. അതിനുശേഷം നമ്മൾ പുറത്തിറക്കിക്കൊണ്ടേ വെച്ചിരിക്കുന്ന അലുമിനിയം ഷീറ്റുകൾ നമ്മളത് ശരിക്കും തുടച്ച് കിടക്കണം. പിന്നെ നമ്മൾ അഴിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ എണ്ണം അനുസരിച്ച് എൻ്റെ ആ വെച്ച സാധനം തന്നെ വേണം കറക്റ്റായിട്ട് കയറിയിരിക്കാൻ. എങ്കിലേ കറക്റ്റായിട്ട് അത് സൂട്ടാകുള്ളൂ. അതിന് നമ്പരൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ആ നമ്പർ ഇട്ട് വെച്ചതനുസരിച്ച് നമ്മളത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓർഡർ അനുസരിച്ച് തന്നെ അഴിച്ചെടുത്ത പോലെ തന്നെ തിരിച്ച് വെക്കുകയാണ്. അതിൽ പൊടിയെല്ലാം തുടച്ച് ഭംഗിയാക്കണം. അതിന് മുകളിൽ നിന്ന് ഉള്ള അലൈൻമെൻറ്റുകൾ കൃത്യമായിട്ട് കയറി നിൽക്കാൻ നല്ല സീറ്റിംഗ് ആയിട്ടുള്ള ശ്രേണികളൊക്കെ വേണം. അപ്പോൾ രണ്ടുപേരെങ്കിലും കയറി നിന്നെങ്കിൽ ഒരുമിച്ച് അത് മുറുക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലെ കൃത്യമായിട്ട് രണ്ടുപേര് കയറി നിന്നെങ്കിൽ കറക്റ്റ് ലെവലിൽ വെക്കാൻ പറ്റുള്ളൂ. ഒരാൾ റിബേറ്റ് വെക്കും, ഒരാൾ ഡ്രില്ല് വെച്ച് തുളച്ചിട്ട് സ്ക്രൂ അതിനകത്ത് ഹോൾ ഉണ്ടാക്കും. അപ്പോൾ അതിനകത്ത് റിബേറ്റ് അടിക്കും. ഇങ്ങനെയുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാണ്ട് ഭിത്തിയുടെ സൈഡിൽ കൂടിയുള്ള ബീഡിങ്ങിൽ കൂടിയും കറക്റ്റായിട്ട് അത് കയറ്റി വേണം. എങ്ങനെയാണേലും ഈ പൊളിഞ്ഞു പോയ സീലിംഗ് ഫിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പുതിയത് വെക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് പഴയത് വീണ്ടും ചെയ്യാനായിട്ട്. എങ്കിലും നമ്മൾ അത് നല്ല ഭംഗിയുള്ളതുകൊണ്ട് അധികം ഡാമേജ് ഒന്നും വരാത്തതുകൊണ്ട് അവനെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യുവാണ്. ഇങ്ങനെ നമ്മൾ പൊളിഞ്ഞു പോയിട്ടുള്ള സീലിങ്ങുകൾ നമ്മൾ വീണ്ടും പുനഃസ്ഥാപിക്കും. അതിൻ്റെ ലൈറ്റും ബൾബും ഒക്കെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഊരിയെടുത്തിട്ട് യഥാസ്ഥാനത്ത് തന്നെ വീണ്ടും ഫിറ്റ് ചെയ്ത് എല്ലാം ഇങ്ങനെ അടിപൊളിയാക്കി എടുത്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് പഴയ സീലിംഗ് പൊളിച്ച് പുതിയ സീലിംഗ് പോലെ ആക്കിയെടുക്കുന്നത്. എങ്ങനെയുണ്ടോ റെഡി? കൊള്ളാൻ വരെ. ഓക്കെ, ബൈ.